അമ്പലപ്പുഴ കരൂരിൽ കൊല്ലപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം കിട്ടിയതോടെ ചുരുളഴിഞ്ഞത് 2 ആഴ്ച നീണ്ടുനിന്ന ദുരൂഹത. ഇതോടെ ജയചന്ദ്രൻ നൽകിയ മൊഴിയും സത്യമായി. കട്ടിലിൽ തള്ളിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ഒന്നിലേറെ തവണ ഇയാൾ വെട്ടി. വിജയലക്ഷ്മിയുടെ വസ്ത്രം വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിന്റെ ശൗചാലയത്തിലിട്ട് കത്തിക്കുകയും ചെയ്തു. വീട് പണിയുന്നതിന് തലേന്ന് കല്ലിട്ട സമീപത്തെ പുരയിടത്തിൽ മൃതദേഹം കയറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ടത് അതിനുശേഷമാണ്. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് മൂടിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മൃതദേഹം കിട്ടിയതും. ഓരോ തവണ അന്വേഷണം വഴിതെറ്റിക്കാൻ ജയചന്ദ്രൻ ശ്രമിക്കുമ്പോഴും പോലീസ് ഡിജിറ്റൽ തെളിവുകൾ നിരത്തി അതെല്ലാം പൊളിക്കുകയായിരുന്നു. ഒടുവിൽ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഗത്യന്തരമില്ലാതെ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു ഈ പ്രതി. മൃതദേഹം മൂടിയ സ്ഥലത്തെ മണ്ണ് 2 ദിവസത്തിന് ശേഷം വിണ്ടുകീറിയത് കണ്ട ജയചന്ദ്രൻ മറ്റൊരു വീട് പണിയുന്നിടത്തു നിന്നും കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുവന്ന് അവിടെ വിതറി. അതിനിടെയാണ് ബന്ധുക്കൾ വിജയലക്ഷ്മിയെ അന്വേഷിക്കുന്നത് അറിഞ്ഞത്. ഇതോടെ മുൻപ് കണ്ട സിനിമയിലെ രംഗമനുകരിച്ച് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോയി കണ്ണൂരിലേക്കുള്ള ബസ്സിൽ ഉപേക്ഷിച്ചു. പക്ഷേ ഇരുദിശയിലേക്കുമുള്ള യാത്രാ ടിക്കറ്റ് പ്രതി ഉപേക്ഷിക്കാൻ വിട്ടുപോയത് തെളിവുമായി. അങ്ങനെ ദൃശ്യം മോഡൽ പൊളിഞ്ഞു. നവംബർ 4-നാണ് വിജയലക്ഷ്മി അമ്പലപ്പുഴയിൽ എത്തിയത്. 6-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടെ എറണാകുളം ഡിപ്പോയിലെ KSRTC ബസ്സിൽ നിന്ന് ലഭിച്ച ഫോണാണ് നിർണായകമായത്. ഫോൺ ലഭിച്ച കണ്ടക്ടർ അത് പോലീസിന് കൈമാറി. ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ അയച്ച സന്ദേശങ്ങൾ അതിൽ നിന്നും പോലീസിന് കിട്ടി. ഇതോടെ വിജയലക്ഷ്മി അവസാനമായി സംസാരിച്ചത് ജയചന്ദ്രനുമായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതിനിടെ ജയചന്ദ്രനെ തേടി പോലീസ് അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചില്ല. മീൻ പിടിക്കാൻ ഈ സമയം ജയചന്ദ്രൻ കടലിൽ പോയിരുന്നു. കടലിൽ പോയാൽ ഒരാഴ്ചയോളം കഴിഞ്ഞ് ജയചന്ദ്രൻ തിരിച്ചെത്തൂ എന്നാണ് ഭാര്യ സുനിമോൾ പറഞ്ഞത്. എന്നാൽ നിർണായകമായ ചില വിവരങ്ങൾ സുനിമോളിൽ നിന്ന് ഇതിനിടെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതോടെ എല്ലാം ഉറപ്പിച്ചു. കടലിൽ നിന്നെത്തിയ ജയചന്ദ്രനെ പോലീസ് പൊക്കി. പിന്നെ കുറ്റസമ്മതം. ഞായറാഴ്ച കസ്റ്റഡിയിലായ ഇയാൾ നിന്ന് ദുരൂഹതയുടെ ചുരുളഴിച്ച പോലീസ് അന്നു തന്നെ കൊലപാതക സ്ഥലത്തെത്തി. വീടും പരിസരവും അടക്കം പരിശോധിച്ച് സാഹചര്യ തെളിവുകൾ ശേഖരിച്ചു. തിങ്കളാഴ്ചയും ഇവിടെ എത്തിയ പോലീസ് മൃതദേഹം അടുത്ത പുരയിടത്തിലുള്ളതായി സ്ഥിരീകരിച്ചു. 13-നാണ് വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന പരാതി കരുനാഗപ്പള്ളി പോലീസിന് ലഭിക്കുന്നത്. 9 മുതൽ കാണാനില്ല എന്നായിരുന്നു സഹോദരി തഴവ കൊച്ചയ്യത്ത് വീട്ടിൽ ഗീതയുടെ പരാതി. എന്നാൽ തിരോധാനം 6 മുതലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അയൽവാസികളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചതും. വിജയലക്ഷ്മി എറണാകുളത്തുണ്ടെന്നാണ് ആദ്യം പ്രതി പറഞ്ഞത്. പിന്നീട് മറ്റെവിടേക്കോ പോയെന്നായി. ഇവരുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാനടക്കം നടത്തിയ ശ്രമങ്ങളെല്ലാം തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പൊളിഞ്ഞു. കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെ ഇടുക്കിയിലാണ് വിവാഹം കഴിച്ചയച്ചത്. ഈ ബന്ധത്തിൽ 2 കുട്ടികളുമുണ്ട്. എന്നാൽ അവരുമായി അകന്ന ഇവർ കരുനാഗപ്പള്ളിയിൽ തിരിച്ചെത്തി കുലശേഖരപുരം കൊച്ചുമാമൂട് ലീലാഭവനത്തിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇതിനിടെയാണ് തുറമുഖത്ത് മീൻപിടുത്ത ബോട്ടിൽ തൊഴിലാളിയായ ജയചന്ദ്രനുമായി സൗഹൃദത്തിലാകുന്നത്. സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നതായാണ് വിവരം. ആലപ്പുഴയിൽ യുവതിയെ തലക്കടിച്ചു കൊന്ന് കുഴിച്ചുമൂടിയ കേസിൽ നിർണായകമായത് പ്രതി KSRTC ബസ്സിൽ ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ തന്നെയാണ്. ദൃശ്യം സിനിമയിലേതുപോലെ കൊല്ലപ്പെട്ടയാളുടെ ഫോൺ ഉപേക്ഷിക്കുന്നതിന് പകരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ കൊണ്ടിട്ട് അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു പ്രതി ജയചന്ദ്രന്റെ ശ്രമം. കൊലപാതക ശേഷം കൊച്ചിയിലെത്തിയ ഇയാൾ കണ്ണൂരിലേക്ക് പോയ KSRTC ബസ്സിൽ വിജയലക്ഷ്മിയുടെ ഫോൺ ഉപേക്ഷിച്ചു. എന്നാൽ ബസ്സിൽ നിന്നും ഫോൺ ലഭിച്ചയാൾ 2 ആഴ്ച മുമ്പ് എറണാകുളം സെൻട്രൽ പോലീസിന് ഇത് കൈമാറി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ ദീർഘനേരം അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. സെൻട്രൽ പോലീസ് അമ്പലപ്പുഴ പോലീസിന് ഈ ഫോൺ കൈമാറി. വിജയലക്ഷ്മിയുടേതാണ് ഫോണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. ഇതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകം കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്.